ചുള്ളിയകം ഉന്നതിയിൽ നിന്ന് പുനരധിവസിപ്പിക്കപ്പെട്ട കുടുംബങ്ങൾക്ക് ദിവസങ്ങൾ കൊണ്ട് വറ്റിയേക്കാവുന്ന ഒരു കിണർ മാത്രമാണുള്ളത്. പ്രകൃതിദത്തമായ കുടിവെള്ള സംവിധാനം ഒന്നുമില്ല. പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കണമെങ്കിൽ കിലോമീറ്ററുകൾക്കപ്പുറമുള്ള പുഴയിലെത്തണം. ഈ ഒരു മാസം കൂടി ഉണ്ടാവുള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുളിക്കാനും അലക്കാനും എല്ലാത്തിനും പുഴയിൽ പോകണം. പിന്നെ പഞ്ചായത്ത് വെള്ളം വരും, അത് ഒന്നരാടം വരും. പാത്രം റോട്ടിൽ വെച്ചാൽ അവർ കാണാണ്ട് പോകും. അങ്ങനെയാണ് കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് രാത്രി വെള്ളം കിട്ടാണ്ട് ഒരു ദിവസം കഞ്ഞി പോലും വെക്കാണ്ട് ഇരുന്നത്. പാത്രം നിരത്തി വെച്ച് ഇവിടെ കാവലിരിക്കും, പണിക്ക് പോലും പോവാതെ. എന്നിട്ടും അവർ പറയണ പാത്രം വെക്കണില്ല, നിങ്ങൾ നോക്കണില്ല. ഇനി നമ്മളെന്താ ചെയ്യുക? ഇത് പറ്റിക്കഴിഞ്ഞാൽ കുടിവെള്ളത്തിനാണ് ഇവിടെ ഈ സ്ഥലം ഒഴിവാക്കിയിട്ടത്. അപ്പം അവർ പറയണ മറ്റേ ജലനിധി വെള്ളമില്ലേ, അത് വരുമെന്ന്. അത് ഈ കാലം അവിടെ എങ്ങാണ്ടോ കൊണ്ട് പൈപ്പ് ഇട്ടെന്ന് പറഞ്ഞു. പക്ഷെ ആ പൈപ്പും ആ വെള്ളമൊന്നും ഇതുവരെ ഇങ്ങോട്ട് എത്തിയിട്ടില്ല. നമുക്ക് അകമ്പുഴയെന്ന് വെള്ളം കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അതെങ്ങനെ സാധിക്കുമോ? ഇവിടെ വെള്ളം നിന്നാൽ അവിടേക്ക് പോകണമെങ്കിൽ രാവിലെ പോയാൽ വൈകുന്നേരം എത്തുള്ളൂ. രൂക്ഷമായ കുടിവെള്ളക്ഷാമമുള്ള പ്രദേശത്താണ് ആദിവാസി കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ തീരുമാനമെടുത്തത്. പ്രകൃതിദത്ത കുടിവെള്ള സംവിധാനമൊന്നും ഇവിടെയില്ല. കുഴൽക്കിണർ കുഴിച്ചെങ്കിലും വെള്ളം കണ്ടെത്താൻ സാധിച്ചില്ല. കുളിക്കാനും അലക്കാനും ബാത്റൂമിലേക്ക് എല്ലാത്തിനും ഈ വെള്ളം തന്നെ. കാരണം പൈപ്പ് വെള്ളം കിട്ടിയല്ല, കോയിലടിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിലും വെള്ളമില്ല. ഒന്നുമില്ലാത്തൊരു നിലയിൽ എത്തിച്ചിട്ട് നമ്മളെ മലയിലാണെങ്കിൽ എവിടെന്നെങ്കിലും പോയി കോരിക്കൊണ്ട് വരാം. ഇവിടെ അതുപോലും കിട്ടാനില്ല. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. ജിയോളജിക്കൽ സർവേ നടത്തിയെന്നും ഇവിടം വെള്ളം ലഭിക്കുന്ന പ്രദേശവുമാണെന്നാണ് കുടുംബങ്ങളെ അധികാരികൾ അറിയിച്ചത്. സർവേ നടക്കുന്ന സമയത്ത് കുടുംബങ്ങളെ വിളിച്ചതുമില്ല. ഇത് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എങ്ങോട്ട് പോകും? എവിടേക്ക് പോകും? പുഴയിലാണെങ്കിൽ ഒടുക്കില്ലാത്ത വെള്ളത്തിൽ പോയി കുളിക്കണം. ഞാൻ മലയോര മേഖല പന്നിപ്പാമ്പും അതും ഇതും പല പ്രശ്നങ്ങളുമാണ്. കുളിച്ച് കഴിഞ്ഞാൽ നമുക്ക് വല്ല രോഗം പിടിക്കല്ലേ. അവർക്ക് ഇവിടെ കൊണ്ട് കുടിയിരുത്തി അവരങ്ങ് പോയി, അത്രമാത്രം. ദിവസങ്ങൾ കൊണ്ട് വറ്റിയേക്കാവുന്ന ഈ കിണർ മാത്രമാണ് ഇപ്പോൾ ഇത്രയും കുടുംബങ്ങളുടെ ആശ്രയം, അതും സ്വകാര്യ വ്യക്തിയുടേത്. മറ്റ് പ്രാഥമിക ആവശ്യങ്ങൾക്കായി കിലോമീറ്ററുകൾ അപ്പുറമുള്ള പുഴയെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ്. ഞങ്ങളും മനുഷ്യരാണെന്ന് ആദിവാസി കുടുംബങ്ങൾക്ക് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കേണ്ടി വരുന്നു. ക്യാമറമാൻ ഷിജിൻ നരിപ്പറ്റയ്ക്കൊപ്പം CP അഖില, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.